MLA സ്ഥാനത്തു നിന്നുള്ള രാജ്യസാധ്യതകൾക്കിടെ ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കുമിടെ അടൂരിലെ വീട്ടിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്കിറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസവും അടൂരിലെ വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു. കൂടുതൽ പ്രതികരണത്തിനോ മാധ്യമങ്ങളെ കാണാനോ പുറത്തേക്ക് എവിടേക്കെങ്കിലും പോകാനോ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിരുന്നില്ല. ഒരേ ഒരു വട്ടം മാധ്യമങ്ങളെ കണ്ടത് അത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറയാനായിരുന്നു. പിന്നെ ഇന്നാണ് കണ്ടത്. അതിൽ ചില പ്രതിരോധം തീർക്കാനുള്ള ശ്രമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ട്രാൻസ് വുമൺ അവന്തിക ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി എന്നോണം അതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം മാധ്യമങ്ങൾക്ക് മുൻപാകെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേൾപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. നിങ്ങൾക്കറിയേണ്ടതെല്ലാം പിന്നീട് അറിയും എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. രാജി ഉണ്ടാകില്ല എന്ന സൂചന കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും താനായിട്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കില്ല എന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എവിടേക്കാണ് പോയത് എന്നത് അറിയേണ്ടിയിരിക്കുന്നു. യു ഷൈജു അടൂരിലെ വീട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. ഷൈജു, നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഫോളോ ചെയ്യുന്നുണ്ടോ? രാഹുൽ എങ്ങോട്ടാണ് പോയത് എന്നറിയാമോ? നമ്മൾ അദ്ദേഹത്തിന്റെ പിന്നിൽ ഉണ്ട് എന്നതാണ്. അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അദ്ദേഹം പത്തനംതിട്ട ഡയറക്ഷനിലാണ് ഇപ്പോൾ വാഹനം പോകുന്നത്. അദ്ദേഹത്തിന്റെ വാഹനം പോകുന്നത് അടൂര് പത്തനംതിട്ട റോഡിലാണ് ഇപ്പോൾ അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിന്റെ പിറകിൽ നമ്മൾ ഉണ്ട്. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നും എങ്ങോട്ടാണ് എന്നും അറിയില്ല. ഇപ്പോൾ അദ്ദേഹം താഴത്തുമൺ ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോകുകയാണ്. അദ്ദേഹം ഈ അടൂർ റോഡിലാണ് ഉള്ളത്, അടൂർ പത്തനംതിട്ട റോഡിലാണ് ഉള്ളത്. ഏതെങ്കിലും തരത്തിൽ എങ്ങോട്ടാണ്, ആരെങ്കിലും കാണുന്നതിനോ മറ്റേതെങ്കിലും പരിപാടികൾക്ക് ആയിട്ടാണോ പോകുന്നത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. പെട്ടെന്നായിരുന്നു അദ്ദേഹം പുറത്തേക്ക് വരികയും വാഹനത്തിൽ കയറി പോവുകയും ചെയ്ത. മാധ്യമങ്ങൾ അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഈ അടൂർ റോഡിന്റെ ഭാഗത്തേക്കാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം കൃത്യമായ ഒരു മറുപടി നൽകിയില്ല. അദ്ദേഹം ഈ കാറിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ തന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വളഞ്ഞിരുന്നു. അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അദ്ദേഹം അപ്പോഴൊന്നും കൃത്യമായ ഒരു മറുപടി നൽകിയില്ല. ചിരിച്ചുകൊണ്ട് അദ്ദേഹം വാഹനത്തിനകത്തേക്ക് കയറുകയും വേഗത്തിൽ വാഹനം അവിടെ നിന്ന് വിട്ടുപോവുകയാണ് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹത്തെ പിന്തുടർന്ന് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നിൽ ഉണ്ട് എന്നാണ്. അദ്ദേഹം ഈ അടൂർ റോഡിലാണ് ഉള്ളത്. അടൂർ പത്തനംതിട്ട ഭാഗത്തേക്കുള്ള റോഡിൽ കൂടെയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. എങ്ങോട്ടേക്കാണ് അദ്ദേഹം പോകുന്നത് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത ഇപ്പോൾ പറയാൻ കഴിയില്ല. ദിവ്യ. യെസ് ഷൈജു, എന്തായാലും ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ്, അതായത് മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അത് വായിച്ചിരുന്നു ഷൈജു എന്നാണ് കരുതുന്നത്. അതിൽ പറയുന്നുണ്ട് അയാൾക്ക് പ്രസ്ഥാനമാണ് വലുത്. രാഹുൽ ഗാന്ധിയെ ഉദ്ദേശിച്ചാണ് ഇട്ടതെങ്കിലും അതിപ്പോഴത്തെ ഒരവസ്ഥയിൽ ഈ സന്ദർഭം അത് രാഹുൽ മാങ്കൂട്ടത്തിലും കൂടി യോജിച്ചതാണ് എന്ന് പറയേണ്ടി വരും. അതിലെ ചില വാക്കുകളൊക്കെ. അപ്പോൾ പ്രസ്ഥാനമാണ് എന്ന് വലുത് എന്ന് പറയുമ്പോൾ പ്രസ്ഥാനത്തിന് വേണ്ടി എന്തും ചെയ്യും, എന്ത് ത്യാഗവും സഹിക്കും. അപ്പോൾ ഒരു രാജി സന്നദ്ധത കൂടി അറിയിക്കുന്നു എന്നാണോ നമ്മൾ അതിനെ കാണേണ്ടത്? അങ്ങനെ കാണാൻ അതിന് കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ പടം ഇട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി അനുഭവിച്ച ചില പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അതുകൊണ്ട് താൻ അനുഭവിക്കുന്നത് അത്തരത്തിൽ ഒരു അനുഭവമാണെന്നും താൻ ഒരു നിരപരാധിത്വത്തിന്റെ മുഖം തനിക്കുണ്ട് എന്ന് സൂചന നൽകുന്നതിന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു കമന്റായി അല്ലെങ്കിൽ അത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റായി മാത്രമേ അതിനെ കാണാൻ കഴിയൂ. കാരണം അദ്ദേഹത്തെ പാർട്ടിയുടെ ഒന്നടങ്കം പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ തള്ളിയ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം 4 ദിവസമായി കാര്യമായ പ്രതികരണങ്ങൾ നടത്തുന്നില്ല. അത്തരം ഒരു പ്രതികരണങ്ങൾ ഒന്നും നടത്താതിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ വോട്ടധികാർ യാത്ര, ആ യാത്രയെ പരാമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ച് അത് തന്റെ ഭാഗത്തുകൂടിയുള്ള ഒരു കാര്യമാണ്, താനും അനുഭവിക്കുന്നത് അത്തരം കാര്യങ്ങളാണ്, തന്നെ പലരും കുത്തി നോവിച്ചു, അവിടെ നിന്നും എഴുന്നേറ്റ് വന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അത് യോജിക്കുന്നതാണെങ്കിൽ തന്നെ സംബന്ധിച്ചത് എത്രമാത്രം യോജിക്കുന്നതാണ് എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം പാർട്ടിയിലെ വനിതാ നേതാക്കൾ അടക്കമുള്ള ആളുകൾ തള്ളിപ്പറഞ്ഞ് അവരൊക്കെയും MLA സ്ഥാനമടക്കം രാജിവെക്കണം, രാഷ്ട്രീയത്തിൽ നിന്ന് വരെ മാറി നിൽക്കണം എന്നുവരെ പറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം ഒരു ന്യായീകരണത്തെ എത്രമാത്രം അദ്ദേഹത്തെ ആ ന്യായീകരണത്തെ വീണ്ടും ന്യായീകരിക്കാൻ കഴിയുമോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സാജു സൂചിപ്പിച്ചതുപോലെ അത് രാഹുൽ ഗാന്ധിക്കായിരിക്കും യോജിക്കുക, അത് രാഹുൽ മാങ്കൂട്ടത്തിന് യോജിക്കുമോ എന്ന് സംബന്ധിച്ച ഒരു തർക്കം ഉയരാനാണ്. എന്തായാലും വീട്ടിൽ നിന്നിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങോട്ടേക്കാണ് യാത്ര തിരിച്ചിട്ടുള്ളത്? ഇനി അത് തിരുവനന്തപുരത്തേക്കാണോ, മുതിർന്ന നേതാക്കളുടെ നിർദ്ദേശപ്രകാരം തലസ്ഥാനത്തേക്കാണോ, രാജിക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ വേണ്ടിയാണോ എന്നതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. യു ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത്.